ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ചലനവുമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്ലാസ് ആണിത്. ആൾറെഡി നമ്മൾ എന്താണ് ചലനം എന്ന് പഠിച്ചു, ചലന സമവാക്യം പഠിച്ചു, ചലന സമവാക്യത്തിലെ കണക്കുകൾ ചെയ്തു, വിവിധ തരം ചലനങ്ങളെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത് ചലന നിയമങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം ചലന നിയമമില്ലാതെ ചലനം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആകില്ല. ഫിസിക്സിന്റെ പ്രിയപ്പെട്ട ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1ാം ചലന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൾറെഡി ഞാൻ ഈ ക്ലാസ് ചെയ്തതാണ്. സംഭവം 1ാം ചലന നിയമത്തിൽ നമ്മൾ ജഡത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ഈ ജഡത്വം ഞാൻ പറയുമ്പോൾ നോർമലി കുറച്ച് മൂവി ക്ലിപ്പിംഗ്സ്, സിനിമയിലെ കുറച്ച് രംഗങ്ങളൊക്കെ കാണിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ അതുപോലെ ഇവിടെ യൂട്യൂബിൽ ക്ലാസ് എടുത്ത സമയത്തും അതേപോലെ മൂവി ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ച് എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു. പക്ഷേ അപ്ലോഡ് ചെയ്തപ്പോൾ യൂട്യൂബിൽ കോപ്പി റൈറ്റ് അടിച്ചു ഗൈസ്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ അടിക്കുമോ എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാനിത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീഡിയോസ് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാ. സോ നേരെ നമുക്ക് പോവാമേ, ക്ലാസ്സിലേക്ക് പോവാമേ. നോക്കിക്കോ, ചലന നിയമങ്ങളെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. നമുക്കറിയാം ചലന നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ന്യൂട്ടൻ ആണ്. ചലന നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ന്യൂട്ടൻ ആണ്. ന്യൂട്ടൻ ചലന നിയമം ആവിഷ്കരിക്കുന്ന സമയത്ത് ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ല. അതും നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഏതെങ്കിലും പുസ്തകത്തിലായിരിക്കൂലേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കുക. സോ ചലന നിയമത്തെ പറ്റി ന്യൂട്ടൻ പറഞ്ഞ പുസ്തകമാണ് ഇത്, പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ന്യൂട്ടൻ തന്റെ ചലന നിയമങ്ങളെ പറ്റി പറയുന്നത് ഏത് പുസ്തകത്തിലാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ന്യൂട്ടൻ ഗ്രാവിറ്റിയെ പറ്റി പറഞ്ഞതും പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിലാണ്. അത് നമുക്ക് ഗ്രാവിറ്റി പഠിക്കുമ്പോൾ പഠിക്കാം. എനിവേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പഠിക്കുക, ന്യൂട്ടൻ തന്റെ ചലന നിയമങ്ങളെ പറ്റി പറയുന്നത് ഏത് പുസ്തകത്തിലാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ന്യൂട്ടന്റെ പ്രശസ്തമായ പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. അതിന്റെ ഫുൾ നെയിം ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്നാണ്. വേണ്ട വിട്ടേരെ, നമ്മൾ എന്തെന്ന് പഠിക്കുക? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ഇനി മൊത്തം എത്ര ചലന നിയമമുണ്ട്? 3 ചലന നിയമമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചലന നിയമം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ചലന നിയമം പറയും? 3എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാമെങ്കിൽ നിങ്ങൾ ഏത് പറയും? പോരട്ടെ, 3ാം ചലന നിയമം പറയുമല്ലേ? എന്താണ് 3ാം ചലന നിയമം? പറയടാ, എന്താണ് 3ാം ചലന നിയമം? ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് പറയാൻ വേണ്ടി നിങ്ങൾ PSC പഠിക്കണമെന്നുണ്ടോ? ഇല്ല. 5ലോ 6ലോ 7ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചു ചോദിച്ചാൽ ആ കുട്ടി പറയും ന്യൂട്ടന്റെ 3ാം ചലന നിയമം. ജോലിക്ക് പോകുന്ന ഒരു ചേട്ടനെയോ ചേച്ചിയെ വിളിച്ചു ചോദിച്ചാൽ അവര് പറയും 3ാം ചലന നിയമം. എന്തിനാ? വീട്ടിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ അവര് വരെ പറയും 3ാം ചലന നിയമം എന്താണെന്ന്, അല്ലേ? സോ എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട്. ഇതാണ് 3ാം ചലന നിയമം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏതെങ്കിലും സ്കൂളിൽ ആരെങ്കിലും 1ഉം 2ഉം പഠിപ്പിക്കാതെ 3 മാത്രമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ 1ഉം പഠിപ്പിച്ചിട്ടുണ്ട്, 2ഉം പഠിപ്പിച്ചിട്ടുണ്ട്, 3ഉം പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇതിൽ നമുക്ക് ഓർമ്മയുള്ളത് ഏതാണ്? 3ാം ചലന നിയമം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ആസ്വദിച്ച് പഠിച്ചത് ഈ 3ാം ചലന നിയമമാണ്. അത് മാത്രമല്ല, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ചുമ്മാ നമ്മളിത് പറയും. സോ ഇത് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ആസ്വദിച്ച് കേട്ടതും പഠിച്ചതും 3ാം ചലന നിയമമാണ്. സോ അതേ വേയിൽ 1ഉം 2ഉം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. 3ാം ചലനം എനിക്ക് ഒരു വലിയ പാഠമൊന്നുമില്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. പക്ഷേ 1ഉം 2ഉം 3 എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതേ രീതിക്ക് എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. സോ ഇതുവരെ നിങ്ങൾ ചലന നിയമം പഠിച്ച രീതിക്കല്ല നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, മറ്റൊരു രീതിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ അതിലോട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ് അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചത്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു. സോ നോക്കിക്കോടാ, ജഡത്വം. 1ാം ചലന നിയമത്തെ പറ്റി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ജഡത്വത്തെ പറ്റി എന്ത് ചെയ്യണം? പഠിക്കണം. എന്താണ് ജഡത്വം? ഈ ഡെഫിനിഷൻ ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. നമുക്കൊരു ബ്ലാങ്ക് പേജ് ഇട്ട് സംസാരിക്കാമേ, എന്നിട്ട് ഇതിലോട്ട് വരാമേ. എന്താണ് ജഡത്വം? ഒരു വസ്തു ഏതവസ്ഥയിലാണോ തുടരുന്നത് അതേ അവസ്ഥയിൽ തുടരാനുള്ള ആ വസ്തുവിന്റെ താല്പര്യം, പ്രവണതയെ വിളിക്കുന്ന പേരാണ് ജഡത്വം. ക്ലിയർ? ഒരു വസ്തു ഏതവസ്ഥയിലാണോ തുടരുന്നത് അതേ അവസ്ഥയെ തുടരാനുള്ള താല്പര്യമാണ്, ആ പ്രവണതയാണ് ഇത് ജഡത്വം. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താടാ? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള താല്പര്യം, ചുമ്മാ ഇരിക്കുന്ന വസ്തുവിന് ചുമ്മാ തന്നെ ഇരിക്കാനുള്ള താല്പര്യം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജഡത്വം എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ്. ചുമ്മാ ഇരുന്ന ചുമ്മാ ഇരിക്കാനുള്ള താല്പര്യം, ചലിച്ചുകൊണ്ടിരുന്ന ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള താല്പര്യം. ഇതാണ് ജഡത്വം. ഇതാണ് നമ്മൾ നോർമലി പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ ജഡത്വത്തെ മറ്റൊരു രീതിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ അവതരണമാണ് നമുക്കിവിടെ
നമുക്കിവിടെ വേണ്ടത്. ആ ഒരു അവതരണമാണ് നമുക്കിവിടെ വേണ്ടത്. സോ നോക്കിക്കോ, സിമ്പിൾ ആണ്. എന്താണ് ജഡത്വം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതേ അവസ്ഥയെ തുടരാനുള്ള താല്പര്യം. അതിനെ മറ്റൊരു രീതിക്ക് ഞാൻ അവതരിപ്പിക്കുന്നു നമുക്കിവിടെ ആവശ്യത്തിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഒരു കണ്ടീഷൻ ഇപ്പൊ പറയും, നിങ്ങളത് ആലോചിച്ച് നോക്കണേ. ആ കണ്ടീഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ജോലി വേണമെങ്കിൽ ആലോചിച്ച് നോക്കണേ. പക്കയാണേ. എടാ, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും എവിടെ ഇരിക്കുന്നു? നമ്മുടെ വീട്ടിൽ. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ്. വീട്ടിൽ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? നിങ്ങളുടെ വീട്ടിൽ TV എവിടെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ റൂമിലായിരിക്കാം, ചിലപ്പോൾ ഹാളിലായിരിക്കാം, ചിലപ്പോൾ സിറ്റൗട്ടിൽ ആരും TV വെക്കാറില്ലടാ നോർമലി. സോ ഹാളിലോ റൂമിലോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ വലിയ സോഫയായിരിക്കാം, കസാരയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവിടെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കസാരയിലോ സോഫയിലോ ഇരുന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കുറേ നേരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുക. കണ്ടീഷൻ ലാസ്റ്റായി പറയുന്നു, ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് കുറേ നേരമായി നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം. ഫാൻ ഇടണം. എന്താണ്? ഫാൻ ഇടണം. പക്ഷേ ഫാനിന്റെ സ്വിച്ച് ഇരിക്കുന്നത് ദോ അവിടെയാണ്. ഫാനിന്റെ സ്വിച്ച് ഇരിക്കുന്നത് ദോ അവിടെയാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോയി ഫാനിന്റെ സ്വിച്ച് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയെ വിളിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയെ വിളിക്കാം, അമ്മയെ വിളിക്കാം. നിങ്ങൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? പറ, ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ നോർമലി തിരഞ്ഞെടുക്കുക? അതെ, പോരാളി അല്ലേ? ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നിട്ടടാ ഒരൊറ്റ വിളിയാണ്, അമ്മ എന്നെന്ത് ചെയ്യും? വിളിക്കും. പാവപ്പെട്ട അമ്മ അടുക്കളയിൽ നിൽക്കുകയായിരിക്കും, ഓടി വരും, എന്നിട്ട് ചോദിക്കും, എന്തു മക്കളെ? അപ്പൊ ഞാൻ പറയും, അമ്മ ഫാൻ്റെ സ്വിച്ച് ഒന്ന് ഇടുമെന്ന് എന്ത് ചെയ്യും? ചോദിക്കും. കയ്യിലിരിക്കുന്നത് എന്ത് സാധനമാണെങ്കിലും അതിട്ടൊരു അടി എന്നിട്ട് ഫാൻ ഇട്ടിട്ടേ പോവുള്ളൂ, അത് വേറെ കാര്യം. സോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മൾ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എണീറ്റ് പോയി ഫാൻ്റെ സ്വിച്ച് ഇട്ടൂടെ? പക്ഷെ നമ്മൾ എണീറ്റ് പോകുമോ? ഇല്ല. നമ്മൾ അതുവഴി പോകുന്ന ചേട്ടനോടോ ചേച്ചിയോടോ അച്ഛനോട് അങ്ങനെ പറയാറില്ല, ചേട്ടനോടോ ചേച്ചിയോടോ ആരോടെങ്കിലും എന്ത് ചെയ്യും? ഫാൻ്റെ സ്വിച്ച് ഇടാൻ വേണ്ടി പറയും. ഇനി ഞാൻ പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോയി ആ ഫാൻ്റെ സ്വിച്ച് ഇടാന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എണീറ്റ് പോയോ? ഇല്ല. അത് നമ്മുടെ കഴിവാണോ കഴിവില്ലായ്മയാണോ? അത് നമ്മുടെ കഴിവാണോ കഴിവില്ലായ്മയാണോ? ഒന്നും നോക്കണ്ട, അത് നമ്മുടെ എന്താണ്? കഴിവില്ലായ്മയാണ്, അല്ലേ? കഴിവില്ലായ്മയാണ്. ഈ കഴിവില്ലായ്മയെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ജഡത്വം എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഈ കഴിവില്ലായ്മയെയും നമ്മൾ വിളിക്കുന്ന എന്തെന്നാണ്? ജഡത്വം എന്നാണ്. ഒരു വസ്തുവിന് സ്വന്തമായി അതിൻ്റെ അവസ്ഥയെ മാറ്റാൻ വേണ്ടി പറ്റൂല. ഈ കഴിവില്ലായ്മയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ജഡത്വം എന്ന് വിളിക്കാം. രണ്ടും സെയിം സാധനമാണ്, 2 രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. നോക്ക്, ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ് ജഡത്വത്തിന്റെ? ഒരു വസ്തു ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള താല്പര്യമാണ് ജഡത്വം, അല്ലേ? ഇങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് താല്പര്യം. ക്ലിയർ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? സ്വന്തമായിട്ട് ഈ ഒരു അവസ്ഥയെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യില്ല? പറ്റില്ല. ഈ കഴിവില്ലായ്മയെ നമുക്ക് എന്തെന്ന് പറയാം? ജഡത്വം എന്ന് പറയാം. അവസ്ഥ എന്ന് പറയുമ്പോൾ ചലനാവസ്ഥയും ഉണ്ട്, നിശ്ചലാവസ്ഥയും ഉണ്ട്, അല്ലേ? സോ ഞാൻ നേരെ ഇതിലോട്ട് പോവുകയാണേ. നോക്കിക്കോ, ഇനി ഈ ഡെഫിനിഷൻ വായിച്ചു നോക്ക്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ, സൂം ചെയ്യാടാ, സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയെയോ ചലനാവസ്ഥയെയോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ, ആ വാക്കാണ് ഇമ്പോർട്ടന്റ്, കഴിവില്ലായ്മയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ജഡത്വം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണേ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ ജഡത്വം എത്ര വിധം? വേഗം പറ, ജഡത്വം എത്ര വിധം? വെരി ഗുഡ്, 2 അല്ല 3. ജഡത്വം എത്ര വിധം? 3 വിധം. ചലന ജഡത്വം ഉണ്ട്, നിശ്ചല ജഡത്വം ഉണ്ട്, ദിശാജഡത്വവും ഉണ്ട്. ക്ലിയർ? ദിശാജഡത്വം ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്, നമുക്ക് പറയാം. ആദ്യം നമുക്ക് ചലന ജഡത്വവും നിശ്ചല ജഡത്വവും നോക്കാം. എടാ, എന്താണ് ചലന ജഡത്വം? സിമ്പിളി ആലോചിച്ച് നോക്ക്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ചലിച്ചുകൊണ്ട് തന്നെ തിരിക്കാനുള്ള താല്പര്യമാണ് ചലന ജഡത്വം. ക്ലിയർ? ഇനി എന്താണ് നിശ്ചല ജഡത്വം? നിശ്ചലാവസ്ഥയിൽ ചുമ്മാ ഇരിക്കുന്നവന് ചുമ്മാ തന്നെ ഇരിക്കാനുള്ള താല്പര്യമാണ് നിശ്ചല ജഡത്വം. ക്ലിയർ? സോ ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും നോക്കാം, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ അതിന് ഏത് ജഡത്വമായിരിക്കും? ചലന ജഡത്വമായിരിക്കും. ഒരു വസ്തു ചുമ്മാ ആണ് നേരത്തെ ഇരുന്നെങ്കിൽ അതിനുള്ള ജഡത്വം ഏതായിരിക്കും? നിശ്ചല ജഡത്വമായിരിക്കും. ക്ലിയർ? എടാ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ദിലീപേട്ടൻ്റെ വെട്ടം സിനിമ, നമ്മുടെ ദിലീപേട്ടൻ്റെ വെട്ടം സിനിമയിൽ ഈ ഒരു സീനൊക്കെ പ്ലേ ചെയ്തപ്പോഴാണ് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടിയടാ. എനിവേ നോക്കിക്കോ, ഈ ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദിലീപേട്ടൻ്റെ നാടെത്തുമ്പോഴത്തേക്കും നായിക വെള്ളം വാങ്ങാൻ ഇറങ്ങുകയും ദിലീപേട്ടൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി ഇവന്റെ തോളിൽ, ദേ നോക്ക്, ആ ചാടി ഇറങ്ങി ഇവന്റെ തോളിൽ തൂങ്ങി പോവുകയും ഈ കലം മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സീനില്ലേ? ഇത് ഏത് ജഡത്വം?
ഇത് ഏത് ജഡത്വം? നിങ്ങൾ ആ സീൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കാണും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ജഡത്വം എന്ന് ചോദിച്ചാൽ ഇത് ചലന ജഡത്വം അല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലേക്ക് പോകുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാവട്ടെ, കാറിലാവട്ടെ, ട്രെയിനിലാവട്ടെ, ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലേക്ക് പോകുന്നു. ഇത് ഏത് ജഡത്വം? ചലന ജഡത്വം അല്ലേ? കാരണം എന്താണ്? ബസ്സിന്റെ അകത്ത് നിൽക്കുമ്പോൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ അകത്ത് നമ്മളും ആൾറെഡി എന്ത് ചെയ്യാണ്? ചലിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ചാടി ഇറങ്ങുമ്പോഴും നമുക്ക് എന്തിനാണ് താല്പര്യം? ചലിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുന്നിലോട്ട് പോകും. ക്ലിയർ ആയോ? അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലേക്ക് പോകുന്ന ഏത് ജഡത്വമാണ്? ചലന ജഡത്വമാണ്. ഇനി മറ്റൊരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ എല്ലാ പേരും വീഴുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകുന്നു. കണ്ടിട്ടില്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുന്നിലോട്ട് പോകും. ഇതേത് ജഡത്വം? എടാ, ഇതും ചലന ജഡത്വമാണ്. നമ്മൾ നോർമലി നിശ്ചല ജഡത്വം എന്ന് വിചാരിക്കുക അല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ അകത്തിരിക്കുന്ന നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ചാടി ഇറങ്ങിയപ്പോഴും നമ്മൾ മുന്നിലോട്ട് പോയത്. സോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇരിക്കുമ്പോൾ നമ്മളും ബസ്സും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബസ് നിന്നാലും നമുക്ക് ചലിക്കാനാണ് താല്പര്യം. അതാണ് നമ്മൾ മുന്നിലോട്ട് മറിഞ്ഞു വീഴുന്നത്. ക്ലിയർ ആയോ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ബ്രേക്ക് പിടിക്കുമ്പോഴും നമുക്ക് ചലിക്കാനാണ് താല്പര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് മറിഞ്ഞു വീഴും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നതും ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നതും ഏത് ജഡത്വമാണ്? ചലന ജഡത്വമാണ്. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂല. കാരണം എന്താണ്? ചുറ്റുപാടുകൾ, അവലംബക വസ്തുക്കളെ അപേക്ഷിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചലനം തോന്നില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നൂടാ, ഇത് നിങ്ങൾ കൊണ്ട് തെറ്റിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകും. ചലന ജഡത്വം നിങ്ങൾ എഴുതും, എനിക്ക് ഉറപ്പാണ്. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ യാത്രക്കാർ മുന്നിലേക്ക് പോകുന്നതും ഏത് ജഡത്വമാണ്? ഏത് ഇനർഷ്യയാണ്? ചലന ജഡത്വമാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്ക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവടാ. എന്താണ്? ഫാൻ ഓഫ് ചെയ്ത ശേഷവും കുറച്ചു നേരം കറങ്ങുന്നത്, അതും ഏത് ജഡത്വമാണ്? ചലന ജഡത്വമാണ് അല്ലെ? ഫാൻ ഓഫ് ചെയ്താലും കുറച്ചു നേരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഉസൈൻ ബോൾട്ടിന്റെ ഓട്ട മത്സരം കണ്ടിട്ടില്ലേ? പുള്ളിക്കാരൻ 200 മീറ്റർ ഓടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 മീറ്റർ ഓടുകയാണെന്ന് വിചാരിക്കുക. ഫിനിഷിംഗ് ലൈനിന് ശേഷം പിന്നെയും അദ്ദേഹം ഒരു 100 മീറ്റർ പോയേ നിൽക്കുള്ളൂ. കാരണം എന്താണ്? ഫിനിഷിംഗ് ലൈന് കഴിഞ്ഞ ഉടനെ നിന്നാൽ ചരമകുളത്തിലായിരിക്കും ഫോട്ടോ വരിക, സ്പോർട്സ് പേജിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറിഞ്ഞടിച്ച് വീഴും അല്ലേ? അത് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഫിനിഷിംഗ് ലൈനിന് ശേഷവും ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കുറച്ചു ദൂരം മുന്നിലേക്ക് പോകുന്നത് ഏത് ജഡത്വമാണ്? ചലന ജഡത്വമാണ്. ക്ലിയർ? പക്ക. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി മലയാളവും ഇംഗ്ലീഷും വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കാര്യങ്ങളിലൊന്നാണെങ്കിൽ, ടെലഗ്രാമിൽ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞായിരുന്നു, സാറേ ഇംഗ്ലീഷ് വാക്കും കൂടെ ഉപയോഗിക്കണം. എടാ, ജഡത്വത്തിൻ്റെ ഇംഗ്ലീഷ് ഇനർഷ്യ എന്നാണ്. ജഡത്വത്തിൻ്റെ ഇംഗ്ലീഷ് ഇനർഷ്യയാണ്. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചലന ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനർഷ്യ അറ്റ് മോഷനും ഇനർഷ്യ അറ്റ് റെസ്റ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. നിശ്ചല ജഡത്വമാണ് ഇനർഷ്യ അറ്റ് റെസ്റ്റ്. സോ ഞാൻ ഏതെങ്കിലും വാക്ക് പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ വന്ന് ചോദിക്കുക. ടെലഗ്രാമിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഫിസിക് PSC ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക് PSC. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചലന ജഡത്വം കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് പോകുന്നത്. ബസ് നിർത്തിയിട്ടിരിക്കുന്നു, ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലോട്ട് പോകും. അത് ഏത് ജഡത്വമാണ്? അത് നിശ്ചല ജഡത്വമാണ് അല്ലേ? അത് ഏത് ജഡത്വമാണ്? അത് നിശ്ചല ജഡത്വമാണ്. കാരണം ബസ് നിർത്തിയിട്ടേക്കില്ലേ, ബസ് പെട്ടെന്ന് എടുക്കുമ്പോഴും നമുക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് താല്പര്യം. ബസ് പോകും, നമ്മൾ അവിടെ ഇരിക്കും, അപ്പോൾ നമ്മൾ പുറകിലോട്ട് പോകുന്നതായിട്ട് തോന്നും. സോ നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് പോകുന്ന ഏത് ജഡത്വമാണ്? അത് നിശ്ചല ജഡത്വമാണ്. പക്ക. ക്ലിയർ? ശരി. അടുത്ത് ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ ഏത് ജഡത്വമാണെന്ന് ചോദിക്കും. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ. എടാ, ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ പറയുമ്പോൾ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ ആകപ്പാടെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ചാർജർ മാത്രമുണ്ട്. സോ ഇത് മാങ്ങയാണെന്ന് വിചാരിക്കുക, ഇത് ഞെട്ടാണെന്ന് വിചാരിക്കുക. എടാ, ഞാൻ ഞെട്ടിനെ പിടിച്ച് കുലുക്കുന്ന സമയത്ത് ഞെട്ട് കുലുങ്ങും, പക്ഷെ എന്ത് കുലുങ്ങില്ല? മാങ്ങ കുലുങ്ങില്ല. സോ ഞെട്ട് അങ്ങ് പോകും, മാങ്ങ അവിടെ തന്നെ ഇരിക്കും. സോ ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല, ഒരു കറയില്ലേ, വെള്ളക്കറ, അത് പൊട്ടി ഈ മാങ്ങ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. ക്ലിയർ ആയോ? അപ്പം ഞെട്ടറ്റ് മാങ്ങ നേരെ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. സോ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ, തേങ്ങ, ചക്ക ഇതെല്ലാം എന്താണ്? നിശ്ചല ജഡത്വമാണ്. ഞാൻ എപ്പോഴും പറയും, ഞെട്ടറ്റ് വീഴുന്ന തേങ്ങ എന്നൊരു ചോദ്യം PSC ചോദിക്കില്ല, കാരണം അത് അൺപാർലമെന്ററി പോലെയുണ്ട്. പക്ഷേ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ, ആഹാ, PSCക്ക് അത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് PSC അത് എന്ത് ചെയ്യും? എപ്പോഴും ചോദിക്കും. സോ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ ഏത് ജഡത്വമാണ്? നിശ്ചല ജഡത്വമാണ്. ക്ലിയർ ആണേ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിശാജഡത്വം. എന്താണ് ഈ ദിശാജഡത്വം? ഒരു വസ്തു ഏത് ദിശയിലാണോ പൊക്കോണ്ടിരിക്കുന്നത്
അതേ ദിശയിൽ തന്നെ പോകാനുള്ള ആ വസ്തുവിന്റെ ടെൻഡൻസി, താല്പര്യമാണ് ദിശാജഡത്വം. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വസ്തുവിനെ ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കാനുള്ള താല്പര്യമാണ് എന്ത് ജഡത്വം എന്ന് പറയുന്നത്? ദിശാജഡത്വം. ബെസ്റ്റ് എക്സാമ്പിൾ, ബസ് വളവ് വളയ്ക്കുമ്പോൾ യാത്രക്കാർ ഒരു വശത്തേക്ക് ചരിയുന്നത്. എന്നെ നോക്ക്, ഇത് ബസ്സും നമ്മളും ഒരേ ദിശയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബസ് വളച്ചാലും നമുക്ക് നേരെ തന്നെ പോകാനാണ് താല്പര്യം. അപ്പൊ നമ്മൾ വളയും. ക്ലിയർ? സത്യത്തിൽ നമ്മളല്ല ചരിയുന്നത്, ബസ്സാണ് എന്ത് ചെയ്തത്? ചരിഞ്ഞത്. ക്ലിയർ ആയോ? അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുകടാ, ഞാൻ പറഞ്ഞ എന്താണ് ദിശാജഡത്വം? ബസ് പെട്ടെന്ന് വളവ് വളയ്ക്കുമ്പോൾ യാത്രക്കാർ ഒരു വശത്തേക്ക് ചരിയുന്നത് ഏത് ജഡത്വമാണ്? ദിശാജഡത്വമാണ്. ഇനി ചെളി തെറിക്കുന്നതും ദിശാജഡത്വമാണ്. എന്ന് വെച്ചാൽ ഗായ്സ്, അയ്യോ പോയോ ഇല്ല, ഇപ്പൊ എടുക്കാമേ, ഒറ്റ മിനിറ്റ്. ദിശാജഡത്വം എന്ന് വെച്ചാൽ ഇത് ടയറാണെന്ന് വിചാരിക്കാം, ഇത് ചെളി. ഈ ടയർ കറങ്ങി ചെളിയെ ഇങ്ങോട്ടല്ലേ പുഷ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലോട്ട് തള്ളിവിടുമ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്നത്. സോ ചെളി തെറിക്കുന്നതും ഏത് ജഡത്വമാണ്? ദിശാജഡത്വമാണ്. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ കത്തി രാവുന്നു എന്ന് പറയും, ഗ്രൈൻഡ് ചെയ്യുന്നു. കത്തിക്കൊക്കെ മൂർച്ച കൂട്ടത്തില്ലേ, വാളിനൊക്കെ, അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തീപ്പൊരി സ്പാർക്ക് ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? അതും നേരെയല്ലേ ഇങ്ങനെ തെറിക്കുന്നത്. അതും ഏത് ജഡത്വമാണ്? അതും ദിശാജഡത്വമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഇവിടെ കത്തി തീപ്പൊരി നേരെ അങ്ങോട്ട് എന്ത് ചെയ്യും? പോകും. ക്ലിയർ? അപ്പോൾ ചെളി തെറിക്കുന്നത്, ബസ് വളയ്ക്കുമ്പോൾ ഒരു വശത്തേക്ക് വളയുന്നത്, നമ്മുടെ യാത്രക്കാർ ചരിയുന്നത്, അതുപോലെ തന്നെ ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ട്, തീപ്പൊരി നേരെ തെറിക്കുന്ന എല്ലാം ഏത് ജഡത്വമാണ്? ദിശാജഡത്വമാണ്. ദേവി ഇത് കാണാതെ പഠിക്കരുത്. പരീക്ഷയ്ക്ക് അവർ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിക്കും, നമ്മളത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അപ്പം ജഡത്വം എത്ര എണ്ണം ഉണ്ടെന്ന് ആലോചിക്കുക. 3 എണ്ണം ഉണ്ട്: ചലനജഡത്വം, നിശ്ചലജഡത്വം, ദിശാജഡത്വം. ക്ലിയർ ആണ്? ബസ്സിന്റെ 3 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. 1, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നത്, ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നത്. ഇത് രണ്ടും ഏത് ജഡത്വമാണ്? ചലനജഡത്വമാണ്. എന്നാൽ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോകുന്ന ഏത് ജഡത്വമാണ്? അത് നിശ്ചലജഡത്വമാണ്. അടുത്ത് ബസ് വളവ് കളിക്കുമ്പോൾ നമ്മൾ വശത്തേക്ക് ചരിയുന്നത് ഏത് ജഡത്വമാണ്? അത് ദിശാജഡത്വമാണ്. ക്ലിയർ ആണ്? ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ, അതും എന്ത് ജഡത്വമാണ്? അത് നിശ്ചലജഡത്വമാണ്. ക്ലിയർ? ചെളി തെളിക്കുന്നത് ദിശാജഡത്വമാണ്. ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ജഡത്വം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് PSC ചോദിക്കും. കഴിഞ്ഞ വർഷത്തെ LPക്കോ UPക്കോ എന്തോ ചോദിച്ച ചോദ്യം ഉണ്ടാ. ജഡത്വം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സിമ്പിൾ ആണ്ട. ഞാൻ തറയിലിരിക്കുകയാണ്. എന്നോടൊപ്പം ഒരു സുമോ ഗുസ്തിക്കാരനും കൂടെ തറയിരിക്കുകയാണ്. സുമോ ഗുസ്തിക്കാരൻ ആരാണ്? സുമോ ഗുസ്തിക്കാരൻ ബോഡി ഷെയ്മിംഗ് ഒന്നും അല്ല, ആ രീതിക്ക് എടുക്കണേ. ഞാൻ തറയിലിരിക്കണം, എന്നോടൊപ്പം സുമോ ഗുസ്തിക്കാരൻ. ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ പരിസ്ഥിതി വരൂലേ, ചൈന ടൗൺ സിനിമയിലല്ലേ, മറ്റേ ടയറൊക്കെ ചുറ്റിക്കെട്ടിയ ആള്, എന്താണ് ഡോക്യുമെന്റ്സ്, ആ ടയറൊക്കെ ചുറ്റിക്കെട്ടിയ ആള്, അയാളാണ് സുമോ ഗുസ്തിക്കാരൻ. അപ്പൊ ഞാനും സുമോ ഗുസ്തിക്കാരനും തറയിലിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് പറയാണ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു, നിങ്ങൾ എണീക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യം ആരായിരിക്കും ചാടി എണീക്കുക? ഞാനല്ലേ ആദ്യം എണീക്കുക. സുമോ ഗുസ്തിക്കാരൻ പതുക്കെ അല്ലേ എണീക്കുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ പതുക്കെ എണീക്കുന്നത്? മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് വണ്ണം കൂടുതലാണ്, അല്ലേ? അദ്ദേഹത്തിന് വണ്ണം കൂടുതലാണ്. ഫിസിക്സിൽ വണ്ണത്തെ എന്ത് വാക്കുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുക? മാസ്, അല്ലേ? ഫിസിക്സിൽ വണ്ണം എന്ന് പറയില്ല, പകരം പറയുന്നത് എന്തെന്നായിരിക്കും? മാസ് എന്നായിരിക്കും എന്ത് ചെയ്യുക? പറയുക. സോ അദ്ദേഹത്തിന് മാസ് കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹം പതുക്കെ എണീക്കുന്നത്. അതിനിപ്പോൾ എന്താന്ന് വെച്ചാൽ, എനിക്ക് മാസ് കുറവ്, അദ്ദേഹത്തിന് മാസ് കൂടുതൽ. സോ ഞങ്ങൾക്ക് 2 പേർക്കും ഇരിക്കുമ്പോൾ ജഡത്വമുണ്ട്. അതേ അവസ്ഥയിൽ ഇരുന്ന് തുടരാനുള്ളൊരു ജഡത്വം, അതായത് അതേ അവസ്ഥയിൽ ഇരിക്കാൻ തന്നെയുള്ള താല്പര്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. 2 പേർക്കും ജഡത്വമുണ്ട്. പക്ഷെ എനിക്ക് മാസ് കുറവായതുകൊണ്ട് അങ്ങനെ ഇരിക്കാനുള്ള താല്പര്യം കുറവാണ്. അതായത് എനിക്ക് ജഡത്വം എന്താണ്? കുറവാണ്. അദ്ദേഹത്തിന് മാസ് കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന് ജഡത്വം എന്താണ്? കൂടുതലാണ്. ക്ലിയർ ആയോ? അപ്പം ജഡത്വം എന്തിനെ ആശ്രയിക്കുന്നു? മാസിനെ ആശ്രയിക്കുന്നു. എങ്ങനെ ആശ്രയിക്കുന്നു? മാസ് കൂടിയാൽ ഇനർഷ്യ, ജഡത്വവും എന്ത് ചെയ്യും? കൂടും. മാസ് കുറഞ്ഞാൽ ജഡത്വം ഇനർഷ്യയും എന്ത് ചെയ്യും? കുറയും. അതായത് നേരനുപാതം, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്ക ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ? ശരി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിനി കാര്യങ്ങളിലോട്ട് പോവാം. അപ്പൊ ഞാൻ ജഡത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു? പറഞ്ഞു. ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിന്റെ അവസ്ഥയെ മാറ്റാൻ പറ്റാത്ത കഴിവില്ലായ്മയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജഡത്വം എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ഇനി ഞാൻ 1ാം ചലന നിയമം പറയാൻ വേണ്ടി പോവുകയാണ്. സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. സിമ്പിളാണ്. എടാ, ന്യൂട്ടൺ പറഞ്ഞത് ഈ പേന എൻ്റെ കയ്യിരിക്കുകയല്ലേ, ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നത് വരെ ഈ പേന ഇവിടെ തന്നെ ഇരിക്കും. അതാണ് 1ാം ചലന നിയമം. സിമ്പിളാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടെത്തിക്കാം. സിമ്പിൾ ആണെങ്കിൽ മനസ്സിൽ പതിവേ, ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നത് വരെ ഈ പേന ഇവിടെ തന്നെ ഇരിക്കും. ഇതാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം.
അത്രയേ ഉള്ളൂ. അതായത് ഇതിപ്പോ ഒരു ജഡത്വത്തിലല്ലേ, ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. എന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടാലേ ഫാന് കറങ്ങും. ഫാൻ ആൾറെഡി നിശ്ചലാവസ്ഥയിലല്ലേ, സ്വിച്ച് ഇട്ട് ഒരു ബലം കൊടുത്താലേ അതിന് എന്ത് പറ്റുള്ളൂ, അതിന്റെ ജഡത്വം മാറത്തുള്ളൂ. ബ്രേക്ക് പിടിച്ചാലേ കാർ നിൽക്കുള്ളൂ, സ്വിച്ച് ഓഫ് ചെയ്യാലേ കറണ്ട് പോയാലേ എന്ത് നിൽക്കുള്ളൂ, ഫാൻ നിൽക്കുള്ളൂ അല്ലേ. ഇത്രയുള്ള പരിപാടി. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ, ഒരു ബലം, ഈ ഇരിക്കുന്ന പേന ഇത് ഇവിടെ തന്നെ ഇരിക്കും, ഞാനൊരു ബലം പ്രയോഗിക്കുന്നത് വരെ പേന അതിന്റെ അതേ ജഡത്വത്തിൽ തുടരും. സോ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചേക്കണേ. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. സിമ്പിൾ ആണ്, എന്നെ പിടിച്ചോണേ. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. ഞാൻ ഇവിടെ എഴുതുകയാണ്ട, ഒരു ബലം എഴുതി തന്നെ പഠിക്കാം, എന്നോടൊപ്പം എഴുതി തന്നെ പഠിക്കാം. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. ബലത്തെ ഇങ്ങെടുത്താൽ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ആക്കാം. ബലം എന്ന് പറയുമ്പം എടാ സന്തുലിത ബലമുണ്ട്, അസന്തുലിത ബലമുണ്ട്. സന്തുലിത ബലമുണ്ട്, അസന്തുലിത ബലമുണ്ട്. എന്താണ് സന്തുലിത ബലം? എടാ രണ്ടാൾക്കാർ പഞ്ചി പിടിക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ബലം സെയിം ആണെങ്കിൽ അനങ്ങൂ. അങ്ങോട്ടും 10 ന്യൂട്ടൺ, ഇങ്ങോട്ടും 10 ന്യൂട്ടൺ, അനങ്ങൂ ഇല്ല. സോ ഈ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സന്തുലിത ബലം. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് സന്തുലിത. ഒരേ ബലമാണെങ്കിൽ സന്തുലിത ബലം. സന്തുലിത ബലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുത്താൻ പറ്റൂല. ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ചെയ്യുന്നതാണ് അസന്തുലിത ബലം. എന്ത് ബലം? അസന്തുലിത ബലം. സോ ജഡത്വത്തിൽ മാറ്റം വരുത്തണം അല്ലെ. അതായത് മാറ്റം വരുത്തണമെങ്കിൽ അത് എന്ത് ബലമായിരിക്കും? അസന്തുലിത ബലമായിരിക്കും. അപ്പൊ ഞാൻ എഴുതുന്നു അസന്തുലിത ബലം. അസന്തുലിത സായാണ് ആദ്യം, അസന്തുലിത ബലം. സോ ശ്രദ്ധിക്കേടാ, ഒരു അസന്തുലിത ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. ഇനിയുമുണ്ട് ബലത്തെ പിന്നെയും രണ്ടായി തിരിക്കാം, ബാഹ്യബലമെന്നും ആന്തരിക ബലമെന്നും. ബാഹ്യബലമെന്നും ആന്തരിക ബലമെന്നും. എന്താണ് ആന്തരിക ബലം? ഒന്നിന്റെ അകത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലമാണ് ആന്തരിക ബലം, ഒന്നിന്റെ പുറത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലമാണ് ബാഹ്യബലം. ആന്തരിക ബലങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റൂല, ബാഹ്യബലങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബെഞ്ചിന്റെ മുകളിൽ കാലൊക്കെ വെച്ചിരുന്നിട്ട് ബെഞ്ച് തള്ളാൻ പറ്റുമോ? ഇല്ല. ഇതേപോലെ തന്നെ ആന്തരിക എക്സാമ്പിൾ, കാർ. ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് കാർ തള്ളാൻ പറ്റുമോ? കാറിന്റെ പുറത്ത് നിന്നല്ലേ തള്ളാൻ പറ്റൂ. അങ്ങനെ ഉള്ളിൽ നിന്ന്, കാറിന്റെ ഉള്ളിൽ നിന്ന് തള്ളാൻ പറ്റുന്ന ഏതെങ്കിലും കാർ നിങ്ങൾക്ക് അറിയാമോ? കാറിന്റെ ഉള്ളിൽ തള്ളാൻ ഏതെങ്കിലും കാർ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും CID മുസേല കാർ എന്ന് പറയും. ഏത് കാർ? CID മുസേല കാർ എന്ന് പറയും. എടാ CID മുസേല കാർ ഇതിനെതിരാണോ? അല്ല. CID മുസേല കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സീന് ക്യാപ്റ്റൻ രാജു പറയും. ആ സീനൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പൊ അടിക്കും കോപ്പിറൈറ്റ്. സോ പേടിയാണ് ഗൈസ്. അപ്പോൾ ക്യാപ്റ്റൻ രാജുവിന്റെ അടുത്ത് ദിലീപ് ഏട്ടൻ ചോദിക്കും, ദേ കാറിന്റെ അത് 2 ഓട്ടാന്ന് പറയും. അപ്പൊ ക്യാപ്റ്റൻ രാജു പറയും, അത് ഞാൻ തന്നെ ഇട്ടതാണ്, കാറ് തള്ളാൻ എനിക്ക് വേറൊരു ആവശ്യമില്ല എന്ന് എന്ത് ചെയ്യും പുള്ളിക്കാരൻ പറയും. അപ്പോൾ എന്നിട്ട് ക്യാപ്റ്റൻ രാജു അതിന്റെ അകത്ത് കയറി നിൽക്കും. എടാ കാറിന്റെ അകത്തുള്ള ഓട്ടയെ കൂടെ പുള്ളിക്കാരന്റെ കാൽ രണ്ടും പുറത്തെത്തിയില്ലേ? അപ്പൊ പുള്ളിക്കാരൻ പുറത്തല്ലേടാ നിൽക്കണത്. കാലിന്റെ കോണ്ടാക്ട് രണ്ടും എന്ത് ചെയ്തു? പുറത്തു വന്നു. ഇനി അദ്ദേഹം തള്ളുന്നു. പുറത്തുനിന്ന് തള്ളും പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അകത്തിരുന്ന് തള്ളുന്നത്. ക്ലിയർ? സോ അവിടെ അദ്ദേഹം കാൽ രണ്ടും പുറത്തായത് കൊണ്ട് അത് ഏത് ബലമാണ്? അത് ബാഹ്യബലമാണ്, ആന്തരിക ബലമല്ല. അതും എന്ത് ബലമാണ്? ബാഹ്യബലമാണ്. അപ്പൊ CID മുസേല കാറ് ന്യൂട്ടന്റെ ചലന നിയമത്തിനോ ഫിസിക്സിനോ എതിരല്ല ഗൈസ്. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അസന്തുലിത ബാഹ്യബലം. അസന്തുലിത ബാഹ്യബലം. അപ്പൊ ഇങ്ങനെ പറയാം, ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ ജഡത്വത്തിൽ തുടരും. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോ, ജഡത്വം എന്ന് നമ്മൾ 2 അവസ്ഥയല്ലേ പഠിച്ചത്? ഏതൊക്കെയാണ്? ഒന്ന് നിശ്ചലാവസ്ഥ, മറ്റൊന്ന് ചലനാവസ്ഥ. ഒന്ന് നിശ്ചലാവസ്ഥ, മറ്റൊന്ന് ചലനാവസ്ഥ അല്ലേ. സോ ഇങ്ങനെ പറയാം, ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരും. അപ്പൊ ജഡത്വത്തിൽ 2 ആൾക്കാരെ പറഞ്ഞേ, ഒരാളെ നമ്മൾ വിട്ടില്ലേ? അത് ദിശയല്ലേ? ദിശ കൂടി നമ്മൾ പറയണ്ടേ? സോ ചലനാവസ്ഥയുടെ ഒപ്പം ഞാൻ ദിശ കൂടി ചേർത്തു. അപ്പോ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ അതേപോലെ ഈ ചലനാവസ്ഥയും ദിശയുമില്ലേ, അതിനെ രണ്ടിനെയും ചേർത്ത് ഞാൻ പറയുന്നു നേർരേഖാ സമചലനം എന്ന് പറയുന്നു. നേർരേഖാ സമചലനം. എന്താണ് നേർരേഖാ സമചലനം? ഞാൻ നന്നായിട്ട് എഴുതി തരാടാ, കാരണം ഈ വാക്കൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നേർരേഖ
ചലനം. അപ്പൊ എന്താണ് നേർരേഖാ സമചലനം എന്ന് വെച്ചാൽ നേരെയാണ് പോകുന്നത്. നേരെ പോകുമ്പോൾ ഒരേ ദിശയിൽ പോകുന്നല്ലേ അർത്ഥം. നേർരേഖാ ചലനം പഠിച്ചല്ലേ, നേരെ പോകുന്നു, ഒരേ ദിശയിൽ പോകുന്നു. അപ്പോൾ ദിശാജഡത്വമുണ്ട്. സമചലനം തുല്യ സമയം തുല്യ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ഏത് അവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണെന്നാണ് അർത്ഥം. സോ സിമ്പിൾ ആണ്. ചലനാവസ്ഥയും ദിശയും ചേർത്ത് ഏത് വാക്ക് ഉപയോഗിച്ചു? നേർരേഖ സമചലനം എന്ന് പറഞ്ഞു. സോ ശ്രദ്ധിക്കേടാ, ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരും. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. ഓക്കെ, നമുക്ക് ഫുൾ കൺക്ലൂഡ് ചെയ്യാം. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ അവസ്ഥയിൽ അതേ അവസ്ഥയെ തുടരും. ബലം എങ്ങനെയായിരിക്കണം? അസന്തുലിത ബാഹ്യബലം. അവസ്ഥ എന്ന് പറഞ്ഞാൽ ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ. അവിടെ ദിശ വിടാൻ പാടില്ല. അതുകൊണ്ട് ചലനാവസ്ഥയും ദിശയും ചേർത്ത് നേർരേഖ സമചലനം. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരും. ഒരു പ്രാവശ്യം പറയാം. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പൊ പറയും, കേട്ടിട്ട് അടുത്ത പ്രാവശ്യം പറയണേ. ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരും. ഒരു പ്രാവശ്യം പറയാം. ഒറ്റ പ്രാവശ്യം പറഞ്ഞേ. ഒരു അസന്തുലിത പറഞ്ഞേ പറ്റുള്ളൂ. ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. കഴിഞ്ഞു. ക്ലിയർ? ഇനി നിങ്ങൾ പറ, ഒന്നാം ചലന നിയമത്തിൽ ന്യൂട്ടൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ജഡത്വത്തെ പറ്റിയല്ലേ? ജഡത്വത്തെ പറ്റിയല്ലേ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്? ഒന്നാം ചലന നിയമത്തിൽ ജഡത്വത്തെ പറ്റി പറയുന്നത് കൊണ്ട് ഒന്നാം ചലന നിയമം, ഒന്നാം ചലന നിയമം എന്തെന്നറിയപ്പെടുന്നു? ജഡത്വ നിയമം എന്നറിയപ്പെടുന്നു. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നു. അപ്പൊ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഇത്? ഒന്നാം ചലന നിയമം. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറ. ഒന്നാം ചലന നിയമം അല്ലേ ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? ശ്രദ്ധിച്ചിരിക്കണേ. പകുതി വെച്ച് പോയ ഇവിടെ മാർക്ക് പോവേ നോക്കിക്കോ. ഒന്നാം ചലന നിയമം അല്ലേ ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? ക്ലിയർ? അപ്പോ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ഒന്നാം ചലന നിയമം. ചലന നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടൻ. സോ ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആര്? സിമ്പിൾ അല്ലേ? ഒന്നാം ചലന നിയമങ്ങളുടെ ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പൊ ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? വെരി ഗുഡ്. അത് ന്യൂട്ടൻ അല്ല ഗൈസ്, അത് ഗലീലിയോ ആണ്. അതാരാണ്? ഗലീലിയോ ആണ്. മനസ്സിലായോ? സോ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ. അതെന്തോ സാറേ ഒരു കൺഫ്യൂഷൻ? ഒന്നുമില്ലടാ, ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ജഡത്വം എന്നൊരു സാധനം ഉണ്ടെന്നും ജഡത്വത്തിനൊരു നിയമം കൊടുത്തതും ഗലീലിയോ ആണ്. ഏതാണ് ആ നിയമം? ഒരു വസ്തു ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തുടരാനുള്ള താല്പര്യമാണ് ജഡത്വം. ഇതാണ് യഥാർത്ഥ ജഡത്വ നിയമം. ഇത് അവതരിപ്പിച്ച ആളും പറഞ്ഞ ആളും ഒക്കെ ആരാണ്? ഗലീലിയോ ആണ്. ക്ലിയർ? എന്നിട്ട് ന്യൂട്ടൻ ഒന്നാം ചലന നിയമത്തിൽ എന്തിനെ പറ്റി പറഞ്ഞു? ജഡത്വത്തെ പറ്റി പറഞ്ഞു. ഇത് കണ്ട് നമ്മളാണ് അതിനെ ജഡത്വ നിയമം എന്ന് വിളിച്ചത്. ഒന്നാം ചലന നിയമത്തെ നമ്മളാണ് എന്തെന്ന് വിളിക്കുന്നത്? ജഡത്വ നിയമം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ ജഡത്വവും ജഡത്വ നിയമം ആവിഷ്കരിച്ചയാള് അത് ഗലീലിയോ. എന്നാൽ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഇത്? ഒന്നാം ചലന നിയമം. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളല്ലേ കെ കേളപ്പൻ? ഗാന്ധിജി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കേളപ്പനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? ഇല്ല. അത്രയുള്ള വ്യത്യാസം. ജഡത്വ നിയമം ഏത്? യഥാർത്ഥ ജഡത്വ നിയമം കാണിച്ചു കൊടുക്കണം. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏത്? അത് ഒന്നാം ചലന നിയമം. എന്റെ പൊന്നടാവേ, ഇത് കൊണ്ട് തെറ്റിക്കരുത്. ജഡത്വവും ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോയാണ്. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ജഡത്വം, ഇനർഷ്യ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ഒന്നാം ചലന നിയമം. ഇത്രയുമാണ് ചലന നിയമം ഒന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇനി അടുത്ത് ഇതിൻ്റെ ഇംഗ്ലീഷ്, അതായത് ഒന്നാം ചലന നിയമത്തിൻ്റെ ഇംഗ്ലീഷ് നമ്മുടെ രസതന്ത്രം സിനിമയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. ആ സീനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതെല്ലാം പട്ടാന്ന് കോപ്പിറൈറ്റ് ആണ്. സോ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ രസതന്ത്രം സിനിമ കാണുമ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ അതിൻ്റെ മോളിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു കുട്ടി വായിക്കുമ്പോൾ ലാലേട്ടൻ തിരുത്തി കൊടുക്കും. എവരി ബോഡി കണ്ടിന്യൂസ് ഇന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം പറയും. നിങ്ങളത് കാണുക, അത് കണ്ടു പഠിക്കുക. ഞാൻ പറഞ്ഞ് കേട്ടിരിക്കുന്നതിനേക്കാളും നിങ്ങളത് കണ്ടു പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കുറച്ചും കൂടെ സെറ്റായിട്ട് മനസ്സിൽ പതിയും. എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്, ബസ് ബ്രേക്ക് കുടിക്കുക മുന്നിലോട്ടൊക്കെ പോകുന്നത് ഈ നിയമമാണ്, ജഡത്വ നിയമം എന്നൊക്കെ അറിയപ്പെടുമെന്നൊക്കെ ഇദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്. ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ട് നമ്മളെ ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സോ പറ്റുമെങ്കിൽ അതൊന്ന് കാണുക, അപ്പം മനസ്സിലത് എന്ത് ചെയ്യും പതിയും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഗൈസ്. ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? ജഡത്വത്തെ പറ്റി. അതുകൊണ്ട് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ്. ഇനി ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ശ്രദ്ധിച്ചേക്കണേ. ജഡത്വത്തിന്റെ എക്സാമ്പിളുകളെല്ലാം ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിളാണ്. ശ്രദ്ധിച്ചിരിക്കണേ.
ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്നവർ മുന്നിലോട്ട് പോകുന്നു. അതേത് ജഡത്വം? ചലന ജഡത്വം. അതേത് ജഡത്വം? ചലന ജഡത്വം. അടുത്ത്, നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് പോകുന്നു. അതേത് ജഡത്വം? നിശ്ചല ജഡത്വം. ഇനി ബസ് വളയ്ക്കുമ്പോൾ യാത്രക്കാർ ഒരു വശത്തേക്ക് ചരിയുന്നു. അതേത് ജഡത്വം? ദിശാജഡത്വം. എന്നാൽ ഇതെല്ലാം ഏത് ചലന നിയമം എന്ന് ചോദിച്ചാൽ ഒന്നാം ചലന നിയമം. ക്ലിയർ ആയോ? ജഡത്വത്തിന്റെ ഏത് എക്സാമ്പിൾ തന്നിട്ട് ഏത് ചലന നിയമം എന്ന് വെച്ചാൽ അത് ഒന്നാം ചലന നിയമമാണ്. ക്ലിയർ? പക്ക. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്നാം ചലന നിയമം പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ 2ഉം 3ഉം പഠിച്ച് നമ്മൾ ഈ ടോപ്പിക് അവസാനിക്കും. അടുത്തതിൽ 2ഉം 3ഉം പഠിച്ച് ഈ ടോപ്പിക് അവസാനിപ്പിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട PYQവും അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഡിസ്കസ് ചെയ്ത് ചലനം അങ്ങ് തീർത്ത് ഒരു സൈഡിലോട്ട് വയ്ക്കും. നിങ്ങൾ എല്ലാ ക്ലാസ്സും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എന്താണ് കാര്യങ്ങൾ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യടാ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്